അതിനിടയിൽ ഇവളുടെ കഴുത്തിലുള്ള മാലയൊക്കെ പിടിച്ചു പറ്റാനുള്ള ശ്രമവും അവർ നടത്തി. അങ്ങനെ ഒരു സ്ത്രീയെ കയ്യേറ്റം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീയെ അത് ആഭരണങ്ങൾ പിടിക്കാനാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ ഒരു സ്ത്രീയെ കയ്യേറ്റം ചെയ്യുമ്പോൾ അത് മാനഭംഗമായിട്ട് വ്യാഖ്യാനിക്കപ്പെടും. അങ്ങനെ മാനഭംഗ ശ്രമം അവിടെ നടന്നിട്ടുണ്ട്. അത് മാനഭംഗം ചെയ്തു എന്ന്, കുട്ടിയെ മാനഭംഗം ചെയ്തു എന്ന് പറഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കില്ല. പക്ഷേ അതിനെ പെരുപ്പിച്ച് കാണിച്ച് ചിലപ്പോൾ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും. പിന്നെയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഏറ്റവും ഉത്തരവാദി എന്ന് പറഞ്ഞാൽ ഈ മനോരമയാണ് ഇതിൻ്റെ ആൾ. എന്താണെന്ന് വെച്ചാൽ മനോരമ പത്രത്തിലാണ് ഇല്ലാത്ത സംഭവം അടിച്ച് അത് നിങ്ങളായാലും ഏത് ചാനലായാലും അത് ഒഴിവാക്കണം. മലയാള മനോരമ ഉൾപ്പെടെയുള്ള മിക്ക പത്രങ്ങളും ചാനലുകളും ആ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മനോരമയിൽ അത് ഫസ്റ്റ് പേജിൽ വന്നു എന്നതുകൊണ്ട് തന്നെ മറ്റ് മാധ്യമങ്ങളിൽ വന്നതിനേക്കാൾ വലിയ ഭീകരതയിലാണ് അന്ന് മനോരമ റിപ്പോർട്ട് ചെയ്തത് എന്ന രൂപത്തിലുള്ള പ്രചരണം CPMൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. മാനഭംഗ ശ്രമമെന്നു പരാതി എന്നാണ് അന്ന് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഒരിക്കലും ബലാത്സംഗം എന്ന് റിപ്പോർട്ട് ചെയ്യുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്തിരുന്നില്ല. ഈ മനോരമ വല്ലാണ്ട് ജമാൽ എന്ന് പറഞ്ഞാൽ വല്ലാണ്ട് അതിന് പരിശ്രമിച്ചിന്. നമ്മുടെ രാജ്യത്ത് ഇങ്ങനത്തെ ഓരോ സംഭവം ഉണ്ടാകുന്നത് പത്രക്കാരുണ്ടെന്നുള്ള ഉറപ്പാണ്. അത് എനിക്കും മനസ്സിലായിട്ടുണ്ട്. ആ സംഘർഷവും തൊട്ടു പിന്നാലെ വന്ന തെരഞ്ഞെടുപ്പും കൂടിയായപ്പോൾ ഒരു പ്രമുഖ മുന്നണി, അതല്ലെങ്കിൽ UDF, അവർ ഈ വിഷയം തെരഞ്ഞെടുപ്പ് ആയുധമാക്കുകയും നാടിൻ്റെ വിവിധ മേഖലകളിൽ ആ മാനഭംഗ കഥ വലിയ പ്രചരണമാവുകയും ചെയ്തു എന്നത് നഗ്നമായ സത്യമാണ്. ഇപ്പം ഞാനിപ്പോൾ ഒരു കഥ ഓർമ്മിക്കുകയാണ്. ഒരു ഗുരുവും കുറേ ശിഷ്യന്മാരും. അപ്പോൾ ഗുരു ശിഷ്യന്മാരോട് ചോദിച്ചു, കുട്ടികളെ, ഈ രാത്രിയും പകലും അതിനെ വേർതിരിച്ച് മനസ്സിലാക്കുക എങ്ങനെയാണ്? മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ രാത്രിയുടെ യാമവും അതുപോലെ തന്നെ പകലിൻ്റെ യാമവും അതെങ്ങനെയാണ് നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കുക? അപ്പോൾ കുട്ടികൾ ഒരു കുട്ടി പറഞ്ഞു, ഗുരു, ആടിനെയും പട്ടിയെയും തിരിച്ചറിയാൻ സാധിച്ചാൽ എന്തായി? രാത്രി അവസാനിച്ചു, പകൽ തുടങ്ങി എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഗുരു പറഞ്ഞു, അല്ല. അപ്പോൾ വേറൊരു ശിഷ്യൻ പറഞ്ഞു, ഗുരു, 2 ചെടികളുടെ ഇലകൾ പരസ്പരം തിരിച്ചറിയാൻ സാധിച്ചാൽ എന്തായി? രാത്രി അവസാനിച്ചു, പകൽ തുടങ്ങി എന്ന് പറയാം എന്ന് പറഞ്ഞു. ഗുരു പറഞ്ഞു, അല്ല. അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ഗുരു, എന്നാൽ അങ്ങ് തന്നെ അതിൻ്റെ ഉത്തരം പറയൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഒരു മനുഷ്യനെ കാണുമ്പോൾ അയാളുടെ മുഖത്ത് നിങ്ങളുടെ സഹോദരനെ കണ്ടെത്താൻ സാധിച്ചാൽ എന്തായി? പകലായി. അല്ലെങ്കിൽ എപ്പോഴും രാത്രി തന്നെയായിരിക്കും, ഇരുട്ട് തന്നെയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ മനസ്സിലായോ നിങ്ങൾക്കത്?
കലാപങ്ങളുടെ ഏറ്റവും നീചമായ അനുബന്ധ പ്രവർത്തനങ്ങളിലൊന്നാണ് കൊള്ളയടിയും കവർച്ചയും. ഒരു സംഘർഷത്തിന്റെ തീപ്പൊരി കാത്തു കഴിയുന്ന ചില സാമൂഹ്യദ്രോഹികൾ കലാപങ്ങളെ കൊള്ള നടത്തി മുതലെടുക്കുന്നു. ബിനുവിൻ്റെ ഡെഡ് ബോഡി കൊണ്ടുപോകുന്ന ദിവസമാണ് വളയത്ത് രാത്രി കടകളെല്ലാം തന്നെ തുറന്ന് കൊള്ളയടിക്കുകയും ചിലത് തീ വെച്ച് നശിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. വളയത്തെ കച്ചവടക്കാർ ഭൂരിഭാഗവും CPMൻ്റെ അനുഭാവികളാണ്. അതിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളെല്ലാം ഉണ്ട്. ലക്ഷക്കണക്കിന് ഉറുപ്പികയുടെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തിട്ടപ്പെടുത്താൻ വേണ്ടി പെട്ടെന്ന് പറയാനാവില്ല. ലക്ഷക്കണക്കിന് ഉറുപ്പികയുടെ നഷ്ടങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നവരൊക്കെ തന്നെ ജോലിക്ക് പോകാതായ സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇപ്പം വളയത്ത് വളരെ ശാന്തമായ അന്തരീക്ഷമാണ്. പക്ഷേ മെനഞ്ഞാന്നൊരു സംഭവം വളയത്തല്ല, വളയത്ത് കച്ചവടക്കാരൻ്റെ വീട്ടിലൊരു ബോംബേറുണ്ടായിട്ടുണ്ട്. നമ്മുടെ യൂസഫിൻ്റെ വീട്ടിലാണ്. ഇവിടെയുള്ള ഉള്ളിലുള്ള കംപ്ലീറ്റ് സാധനങ്ങൾ അടിച്ച് നശിപ്പിച്ച് എടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ പുറത്തെടുത്തിടുകയും കൊണ്ടുപോകാൻ പറ്റുന്ന കൊണ്ടുപോവുകയും കത്തിക്കൊണ്ടിരിക്കുന്ന നേരമാണ് ഇവിടെ എത്തുന്നത്. സാധനം പുറത്തുനിന്ന് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സംഭവം പിന്നെ പത്രപ്രവർത്തകന്മാരും പോലീസുകാരും ഫയർഫോഴ്സും ഇവിടെ ഉണ്ട്. പിന്നെ നശിപ്പിക്കാൻ പറ്റുന്ന എന്തൊക്കെ കണ്ണ് മുന്നിൽ കണ്ടിട്ടുണ്ടോ എടുക്കാൻ പറ്റാത്ത കംപ്ലീറ്റ് തച്ച് നശിപ്പിച്ച്. ഞങ്ങൾക്ക് ഉണ്ടായ ഏറ്റവും വലിയ പ്രയാസം ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു രാത്രിയോ മറ്റോ അല്ല നടന്നിരിക്കുന്നത്. ശരിക്കും പകൽ പോലീസുകാർ നോക്കി നിൽക്കെ ശരിക്കും ഇങ്ങനെ ഒരു വലിയൊരു ഗുണ്ടായുസം ഇവിടെ നടന്നിട്ടുണ്ട്. ഈ നാട്ടിൽ ഒരു നിയമവ്യവസ്ഥിതി ഉണ്ടെന്നുള്ളത് നമുക്ക് ഉണ്ടോ എന്നുള്ള സംശയം വരെ നമുക്ക് തോന്നും. കൊള്ളയടിച്ച് സാധനങ്ങൾ കട്ടുകൊണ്ടുപോയി മുതലാക്കുന്ന ഒരു സംവിധാനമുള്ള സ്ഥിതിക്ക് ആ സംവിധാനത്തിൽ പ്രതികളായ സഖാക്കളുണ്ടെങ്കിൽ ആ സഖാക്കളെ ഒറ്റപ്പെടുത്തേണ്ട ബാധ്യത CPMനില്ലേ? അവരെ തള്ളിപ്പറയണ്ടേ? അത് യഥാർത്ഥത്തിൽ പാർട്ടിക്കെതിരായിട്ടുള്ള ഒരു അപവാദ പ്രചരണം തന്നെയാണ്. ഒരു CPM പ്രവർത്തകനും ആ തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പാർട്ടി അവന് വെച്ച് ഉറപ്പിക്കില്ല. അത് പാർട്ടി നിലപാടാണ്. എല്ലാ കള്ളക്കാരെയും കൊള്ളക്കാരെയും സംരക്ഷിക്കുന്ന പാർട്ടിയല്ല CPM. യാതൊരു തരത്തിലുള്ള സംരക്ഷണവും അവർക്ക് ഈ പാർട്ടിയിലുണ്ടാവില്ല. പക്ഷേ ഇല്ലാത്ത വിഷയങ്ങൾ പാർട്ടിയുടെ മേലേക്ക് പ്രചരിപ്പിക്കുന്ന ഒരു അവസ്ഥ ഈ മേഖലയിലുണ്ട്. 1988 കലാപത്തിനു ശേഷം മനുഷ്യൻ്റെ നന്മയിൽ വിശ്വസിച്ച കുറേ പേരുടെ കഠിനാധ്വാനം കൊണ്ട് വാണിമേലിൽ ഏറെക്കുറെ സമാധാനം കൈവന്നു. പക്ഷേ മേഖലയുടെ മറ്റ് ഗ്രാമങ്ങളിൽ പകയുടെ വിദ്വേഷത്തിൻ്റെ വാളുകൾ ചോരമണം കൊതിച്ചു. വാണിമേൽ നീണ്ട വർഷങ്ങളോളം എടുത്തിട്ടുള്ള ഈ സംഘർഷഭരിതമായിട്ടുള്ള അന്തരീക്ഷം, അതുപോലെ തന്നെ ഇവിടെ കൊല ചെയ്യപ്പെട്ടിട്ടുള്ള ലീഗിൻ്റെയും CPMൻ്റെയും ആളുകൾ, ഇതിൻ്റെ ഫലമായിട്ട് 18 ആളുകൾ ഇവിടെ സെൻട്രൽ ജയിലിൽ 6 വർഷം വീതം കിടക്കുകയുണ്ടായിട്ടുണ്ട്. ആ സംഭവം, അതുപോലെ തന്നെ 100 കണക്കിന് കേസുകൾ ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട്. നിരന്തരമായിട്ടുള്ള പല സമയങ്ങളിലായിട്ടുള്ള രാഷ്ട്രീയ സംഘർഷങ്ങൾ ഇവിടെ ഉണ്ടായി. ഒരുപാട് ജീവനുകൾ ഇവിടെ ഹോമിക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് കുടുംബങ്ങൾ ഇവിടെ കഷ്ടത അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് കൃഷിയിടങ്ങൾ ഇവിടെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് കൃഷിക്കാരന് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വലിയൊരു ഭീകരമായ അവസ്ഥയായിരുന്നു ഒരു കാലഘട്ടത്തിൽ വാണിമേൽ. പക്ഷേ അതിനൊരു അന്ത്യമുണ്ടായത് ഏതെങ്കിലും പെട്ടെന്നുണ്ടായതല്ല. അതിൻ്റെ പിറകിൽ ഒരുപാട് പേരുടെ കഠിനാധ്വാനമുണ്ട്. ഇവിടുത്തെ കുറേ അനുഭവിച്ചിട്ടുള്ള 73 മുതൽ 89 വരെ ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഇവിടുത്തെ സഹോദരന്മാരും സഹോദരികളൊക്കെ തന്നെ അവർക്ക് തിരിച്ചറിവുണ്ടായി. അവസാനം ഇവിടെ CPMും വാണിമേൽ പ്രദേശത്ത് CPMും മുസ്ലിം ലീഗും അതിൻ്റെ നേതൃത്വം ആലോചിച്ചുകൊണ്ട്
ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നത് ഒരു തരത്തിലും ഈ സമൂഹത്തിന് ഗുണകരമല്ല. രാഷ്ട്രീയമായ ഭിന്നാഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും ആശയപരമായി സൈദ്ധാന്തികമായി ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും അവരുടെ മുദ്രാവാക്യങ്ങളിൽ ഉയർത്തിപ്പിടിക്കാനും ഒക്കെ തന്നെ അതാത് പാർട്ടികൾ ശ്രമിക്കുമ്പോൾ തന്നെ പൊതുവെ വാണിമേൽ പ്രദേശത്ത് യാതൊരു അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകാൻ പാടില്ല എന്ന് 88 ശേഷം ഇവിടെയുള്ള മുസ്ലിം ലീഗിൻ്റെയും CPMൻ്റെയും നേതാക്കന്മാരെല്ലാം ഇരുന്ന് സംസാരിച്ച് അങ്ങനെയാണ് 88 ശേഷം വാണിമേൽ പ്രദേശത്ത് യാതൊരു തരത്തിലുള്ള സംഘർഷങ്ങളോ സംഘട്ടനങ്ങളോ ഒരു തരത്തിലുള്ള അസ്വാരസ്യങ്ങളോ ഉണ്ടായിട്ടില്ല. അന്നത്തെ നേതാക്കന്മാർ ഒരുപാട് കാലം കഷ്ടത അനുഭവിച്ച് പോലീസ് സ്റ്റേഷനിൽ നിരവധി തവണ പോലീസുകാരെ സമീപിച്ച് പോലീസ് സ്റ്റേഷനിൽ മാത്രം അന്തിയുറങ്ങിയിട്ടുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു. ബഹുമാന്യ മുസ്ലിം ലീഗിൻ്റെ പി തറൂയി ഹാജി, അതുപോലെ CPMൻ്റെ MK ബാലൻ, ഇപ്പോൾ CPMൻ്റെ നേതാവായിട്ടുള്ള TP കുമാരൻ, അതുപോലെ മുസ്ലിം ലീഗിൻ്റെ CK മമ്മു മാസ്റ്റർ, അങ്ങനെയുള്ള ഒരുപാട് നേതാക്കന്മാർ അവരൊരുപാട് കാലം കോടതികളും പോലീസ് സ്റ്റേഷനിലൊക്കെ ആയിട്ട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട്. കോടതിയിൽ കയറി ഇറങ്ങുക, അതുപോലെ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുക, ഇത് മാത്രമായിരുന്നു ഒരു കാലഘട്ടത്തിൽ അവർക്കുണ്ടായിരുന്നത്. അതിനുശേഷം തിരിച്ചറിവുണ്ടായി. ഈ നേതാക്കന്മാർക്ക് മാത്രമല്ല, പ്രാദേശികമായിട്ടുള്ള പ്രദേശങ്ങളിലുള്ള പ്രാദേശിക നേതാക്കന്മാർക്കെല്ലാം തന്നെ ഒരു തിരിച്ചറിവുണ്ടായി. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ നാട് നശിക്കും, ഇവിടുത്തെ ജനങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കുക എന്നുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ടതെന്നുള്ള തിരിച്ചറിവ് ഇവിടുത്തെ നേതാക്കന്മാർക്കുണ്ടായി. കത്തിയും വാളും മാറി ബോംബ് സംസ്കാരം നാദാപുരത്ത് ശക്തമാകുന്ന കാഴ്ച 1980-കളിലാണ് നാം കാണുന്നത്. ബോംബ് നിർമ്മാണത്തിനിടെ പൊലിഞ്ഞുപോയ ജീവന്റെ കണക്കിൽ നിന്ന് ഒരു പാർട്ടിയും ഒഴിവല്ല. കോറികളിൽ നിന്ന് വെടിമരുന്നുകൾ സമ്പാദിച്ചിട്ടാണ് ഇവർ ആദ്യകാലങ്ങളിൽ ഇത്തരം ബോംബുകൾ നിർമ്മിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവർ ലേറ്റസ്റ്റായിട്ട് പടക്ക നിർമ്മാണ സ്ഥലങ്ങളിൽ നിന്ന് ഈ ക്രാക്കേഴ്സ് സംഘടിപ്പിച്ചിട്ട് അതിൻ്റെ മരുന്നുകൾ ശേഖരിച്ച് ബോംബുണ്ടാക്കാൻ എടുക്കുന്നുണ്ട്. ഇത് പുറത്തുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഇത് എത്തുന്നത്. ഇവിടെ ഇതിൻ്റെ ഉൽപ്പാദനമില്ല. നമ്മുടെ കേരളത്തിൽ മറ്റുള്ള സ്ഥലത്തൊന്നും ഈ ബോംബിനെ കൊണ്ടുള്ള അക്രമ പ്രവർത്തനങ്ങളും ബാക്കിയൊന്നും കാണാറില്ല. അത് നാദാപുരം മേഖല, പാനൂർ മേഖല, കടത്തനാടൻ മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഒരു മതപരമായ അക്രമ പ്രവർത്തനത്തിൻ്റെ ഒരു സവിശേഷതയാണ് ബോംബ്. ആ ബോംബിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം ലഭ്യമായ ബോംബ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്തൊക്കെ സാധനങ്ങൾ നമ്മുടെ കൈവശം കിട്ടുന്നു അതിലൊക്കെ ബോംബ് ഉണ്ടാക്കുകയാണ്. ഉദാഹരണമായി ഈ നമ്മളിപ്പോൾ സാധാരണ കാണുന്നത് ഈ സ്റ്റീൽ ബോംബ് എന്ന് പറയുന്ന പണ്ട് കാലങ്ങളിൽ അയ്യപ്പ ഇതുമായി ബന്ധപ്പെട്ട അരവണ കൊടുക്കുന്ന പാത്രം, പിന്നീട് ആ പാത്രം നാട്ടിൽ കൊണ്ടുവരുന്നു. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കാലിയാവുന്ന ആ കാലി ക്യാൻ ഉപയോഗിച്ചിട്ട് അതിൽ ഈ പറയുന്ന ബോംബിൻ്റെ സാമഗ്രികൾ, ആവശ്യമുള്ള സാമഗ്രികൾ ഇട്ട് ബോംബ് ഉണ്ടാക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. പിന്നീട് അതേ സമയത്ത് തന്നെ നൂല് കൊണ്ട്, ചണനൂല് കൊണ്ട് കെട്ടി വളരെ ആർട്ടിസ്റ്റിക് ബ്യൂട്ടിയോടുകൂടി കെട്ടി എടുത്തിട്ടുണ്ടാക്കുന്ന ബോംബുകളുണ്ട്. പിന്നെ ഐസ്ക്രീമിൻ്റെ ഡബ്ബ, നമ്മുടെ ബോൾ ഐസ്ക്രീം എന്ന് വളരെ ഇതായിട്ട് പറയുന്ന ബോൾ ഐസ്ക്രീം കഴിച്ചതിന് ശേഷമുള്ള ആ ഒരു കണ്ടെയ്നർ, ആ കണ്ടെയ്നർ ഉപയോഗിച്ചിട്ടുണ്ട്. എന്തിനു പറഞ്ഞ് 2001 ഒരു റെയ്ഡിൽ നമുക്ക് കിട്ടിയ ബോംബെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെയിൻറ്റിൻ്റെ ചെറിയ 50 ഗ്രാം 100 ഗ്രാമിൻ്റെ പെയിൻറ്റിൻ്റെ ഡബ്ബ, അത് പെയിൻറ്റ് കളഞ്ഞതിന് ശേഷം അത് ഉപയോഗിച്ചിട്ടുണ്ട്. വളരെ വിചിത്രമായ ബോംബ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. തേങ്ങാത്തൊണ്ട് മാറ്റിയതിന് ശേഷം തേങ്ങാത്തൊണ്ട് പോലും ഈ ബോംബ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ സംഘർഷങ്ങൾ നടക്കുന്ന മറ്റു പ്രദേശങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത് കണ്ണൂരിലാണ്. എന്നാൽ കണ്ണൂരിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കണ്ണൂരിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾ പോലെയല്ല നാദാപുരത്തെ സംഘർഷങ്ങൾ എന്ന് നമുക്ക് പറയാൻ കഴിയും. കണ്ണൂരിലെല്ലാം നമ്മൾ കാണുന്നത് നാടൻ ബോംബുകൾ, എന്നാൽ ഒരിക്കലും നാദാപുരത്ത് കാണുന്നത് അതിനപ്പുറത്തുള്ള കാര്യം, ഗൗരവമുള്ള കാര്യങ്ങളാണ്. RDX അതുപോലെ അമോണിയം നൈട്രേറ്റ് പോലെയുള്ള സ്ഫോടക വസ്തുക്കൾ എവിടെ നിന്ന് ലഭിക്കുന്നു എന്നുള്ളത് പോലീസിനും അതുപോലെ നാട്ടുകാർക്കും ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. RDX ഇതുവരെയുള്ള റെയ്ഡിനിടയിൽ കിട്ടിയിട്ടില്ല. RDX ഉണ്ടായിരുന്നു എന്ന് 2001 ഒരു റെയ്ഡ് നടത്തിയപ്പോൾ അത് ഒരുപാട് സാധനം നമുക്ക് കിട്ടിയിരുന്നു. അതിൽ RDX ഉണ്ടെന്നൊക്കെയുള്ള ആരോപണം പൊതുജനങ്ങളും
പല ഭാഗത്തു നിന്നും വന്നിരുന്നു. അത് ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ ആർസനിക് സൾഫൈഡ്, പൊട്ടാസ്യം നൈട്രേറ്റ്, പൊട്ടാസ്യം ക്ലോറേറ്റ് ഇങ്ങനെയുള്ള എന്നാൽ ഉഗ്ര സ്ഫോടന ശേഷിയുള്ള വസ്തുക്കൾ തന്നെയാണ്. അതുമാത്രമേ കിട്ടിയിട്ടുള്ളൂ. RDX നമ്മൾ ഇതുവരെയും നമ്മുടെ ഈ മേഖലയിൽ, നാദാപുരം മേഖലയിൽ നമുക്ക് കിട്ടിയിട്ടില്ല. കോഴിക്കോട് നാദാപുരം നരിക്കാട്ടേരിയിൽ സ്ഫോടനത്തിൽ പരിക്കേറ്റ 7 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. പ്രകോപനങ്ങളുടെയും പ്രതികാരത്തിൻ്റെയും രാഷ്ട്രീയം വലിയ ദുരന്തങ്ങളിലേക്ക് നാടിനെ വലിച്ചെറിയുന്നു. 2010 നവംബറിൽ നായർകണ്ടിക്കുന്നിലെ ബോംബ് നിർമ്മാണ ഷെഡിൽ നടന്ന സ്ഫോടനത്തിൽ 6 CPM പ്രവർത്തകർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ആ ഭാഗ്യം പക്ഷേ നരിക്കാട്ടേരിയിലെ മുസ്ലിം ലീഗുകാർക്കുണ്ടായില്ല. പയന്തോങ്ങിലെ ബോംബേറിന് പകരം ചോദിക്കാൻ ബോംബുകൾ എടുത്തുമാറ്റുന്നതിനിടെ അബദ്ധത്തിൽ പൊട്ടിത്തെറിച്ച് 5 ജീവനുകൾ പൊലിഞ്ഞു. ഫെബ്രുവരി 26 ശനിയാഴ്ച രാത്രി ബോംബ് സ്ഫോടനം ഉണ്ടായി. അതിൽ എൻ്റെ മകൻ, എൻ്റെ സുഹൃത്ത് ഷബീർ, കരയത്ത് റഫീഖ്, ചാൽ റിയാസ്, പെരിയവഴിയിൽ ഷബീർ ഇവരാണ് മരണപ്പെട്ടത്. അതെങ്ങനെ ഉണ്ടായി എന്നുള്ള നാട്ടുകാർക്കോ ഞങ്ങൾക്കോ ഒന്നും അറിയില്ല. ബോംബ് സ്ഫോടനം കേട്ടിട്ടാണ് മനസ്സിലായത്. പിന്നെ അതിൻ്റെ ഒരു ദിവസം മുമ്പ് പയന്തോങ്ങൽ 10-12 വീട്ടിന് ബോംബേറുണ്ടായിട്ടുണ്ട്. കുട്ടികളും ആണുങ്ങളില്ലാത്ത വീട്ടിന്. അതിൻ്റെ പകരം ഇവർക്കൊന്നും തോന്നിയതോ എന്തെന്നാന്നുള്ള അറിയില്ല. നാട്ടുകാർക്കോ പുറക്കാർക്കോ ഒന്നും ഒരു സംഭവം അറിയില്ല. സുബീർ എന്ന് വെച്ചാൽ ഇവിടെ ഉള്ള എല്ലാ ടീച്ചേഴ്സായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ അവന് ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയും ഇവിടെ ഉണ്ടായിട്ടില്ല. ഇല്ല, തീർച്ചയായും അങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ബോംബ് നിർമ്മാണത്തിൽ അവനെ ഏർപ്പെടുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ തന്നെയും മറ്റ് ആൾക്കാരുടെ ഇടയിലൊക്കെ അത് പറഞ്ഞു തീർക്കാൻ വേണ്ടി മധ്യസ്ഥ ശ്രമത്തിന് പോലും ശ്രമിക്കുന്ന ആളാണ്. പലപ്പോഴും സംഘടനകളൊക്കെ ഉണ്ടാകുന്ന ഘട്ടം വന്നാൽ പോലും ഷബീർ അതിനെ എപ്പോഴും വളരെ സോഫ്റ്റായിട്ട് കണ്ട് അത് എപ്പോഴും പരിഹരിക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്ത ഒരാളാണ്. പല സന്ദർഭങ്ങളിലുമുള്ള ഇടപെടലുകളിൽ അതൃപ്തികരമായ ഒരനുഭവവും വളരെ ദീർഘകാലത്ത് അവൻ്റെ ഈ ക്യാമ്പസിലെ സഹവാസത്തിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള അനുഭവങ്ങൾ ആരും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. സബീറിനെ കുറിച്ച് അവനെ അറിയുന്നവരൊക്കെ നല്ലതു മാത്രം പറയുന്നു. എന്നിട്ടും അവൻ മരിച്ചു. ബോംബുകൾ സ്ഥലം മാറ്റുന്നതിനിടയിൽ പൊട്ടിത്തെറിച്ച്. ഇങ്ങനെ എത്ര യൗവനങ്ങളെ കൂടി കുരുതി കൊടുത്താലാണ് നമുക്ക് സമാധാനമാവുക? അക്രമരാഷ്ട്രീയത്തിൻ്റെ കുടിലതന്ത്രങ്ങളിൽ ബോംബ് ആക്രമണത്തിനെന്നതിനേക്കാളും പ്രതിരോധത്തിന് എന്ന നിലയ്ക്കാണ് പലപ്പോഴും തയ്യാറാക്കപ്പെടുന്നത്. ഭയപ്പെടുത്താൻ ബോംബെറിയുക, എന്നിട്ട് വെട്ടിക്കൊലപ്പെടുത്തുക എന്നതാണ് പൊതുവായി കാണുന്ന അക്രമരീതി. പക്ഷേ ബോംബെടുത്തവൻ ബോംബാൽ എന്നതാണ് ഇവിടുത്തെ കാവ്യനീതി. We have recovered 29 small container, khali container, 5 big khali container and 7 live bomb. Apart from that, there are lot of material which has been recovered related to making of the bomb. We are conducting further search in this area and investigation will be continued related to the finding out the source of this whole item.
രണ്ടു പാർട്ടികൾ തമ്മിലുള്ള സാമുദായിക പോരിൽ ഇരയാക്കപ്പെടുന്ന നിരപരാധികൾ നിരവധിയാണ്. ഓരോ അക്രമത്തെ തുടർന്നും എതിർ പാർട്ടി തയ്യാറാക്കുന്ന ഒരു പ്രതിപ്പട്ടികയാണ് പോലീസിന്റെ കയ്യിൽ പരാതിയോടൊപ്പം എത്തുക. ഇവിടെ നടന്നു വരുന്ന ഒരു രീതി എന്താണെന്ന് ചോദിച്ചാൽ, രണ്ട് കക്ഷികളും മറ്റ് കക്ഷി കോൺഗ്രസ് ആയാലും BJP എല്ലാ ആളുകളും ഒരു ലിസ്റ്റ് തയ്യാറാക്കി സുമാർ ആളുകളെ വെച്ച് പരാതി കൊടുക്കുകയാണ്. അപ്പോൾ കേസിൽ അകപ്പെടുന്ന ആളുകളിൽ മഹാഭൂരിപക്ഷവും നിരപരാധികളാണ്. പോലീസ് എന്തിനാണിങ്ങനെ ഈ ആരെങ്കിലും കൊടുക്കുന്ന പേരിട്ട് കേസെടുക്കുന്ന ആവശ്യമില്ലല്ലോ. രാഷ്ട്രീയ നേതൃത്വം കൊടുക്കുന്ന പോലീസിനാണ് അന്വേഷണത്തിൻ്റെ ചുമതല. അതുകൊണ്ട് തന്നെ ഏത് അന്വേഷണത്തിനെയും നേർവഴിക്ക് കൊണ്ടുപോയിട്ട് പോലീസ് അന്വേഷിക്കേണ്ടതുണ്ട്. അന്വേഷിച്ച് കഴിഞ്ഞാൽ ആരും രാഷ്ട്രീയ നേതൃത്വം അങ്ങനെ കൊടുക്കുന്ന പേരെടുക്കേണ്ട ആവശ്യമില്ല. നാദാപുരത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസ് എടുക്കുന്ന കേസുകളുടെ ഒരു രീതി തന്നെ മാറണമെന്നാണ് എൻ്റെ അഭിപ്രായം. ആ വിഷയത്തിൽ രാഷ്ട്രീയ കക്ഷികളും സത്യസന്ധത പാലിക്കാൻ തയ്യാറാണ്. നമ്മളൊരിക്കലും അങ്ങനെ ലിസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ അതിൽ വേറൊരു കാര്യമുണ്ട്. അങ്ങനെ ലിസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഉദ്യോഗസ്ഥരെന്ന് പറയുന്നതും സത്യസന്ധരായിട്ടുള്ളതും തന്നിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്തം എന്ത് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ആളുകളുമായിരിക്കണം. അങ്ങനെയാകുമ്പോൾ മാത്രമാണ് ഇത് നടക്കൂ. അതല്ലെങ്കിൽ അവരാരും പേരെ തന്നിട്ടില്ല, ഞങ്ങൾക്ക് അന്വേഷിച്ചിട്ട് ആരും കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് കേസേ ഒന്നുമല്ലാതെ മാറുന്നൊരവസ്ഥയുണ്ടാവും. അപ്പം നിരപരാധികളായ ആളുകൾ കേസിൽ അകപ്പെടുമ്പോൾ അവരെ ഒഴിവാക്കണം എന്നുള്ള ഒരു ചിന്ത എല്ലാ ഭാഗങ്ങളിൽ നിന്ന് വരുന്നു. അവരെ ഒഴിവാക്കുമ്പോൾ അപരാധികളായിട്ടുള്ള യഥാർത്ഥ ക്രിമിനലുകൾ രക്ഷപ്പെടുകയും ചെയ്യുന്നു. ഇതിനുണ്ടാകേണ്ടത് ഒന്ന്, രാഷ്ട്രീയ കക്ഷികൾ യഥാർത്ഥ പ്രതികളുടെ പേര് കൊടുക്കുക. അതിന് കഴിയുന്നില്ലെങ്കിൽ പോലീസ് യഥാർത്ഥ കക്ഷികളെ പറ്റി അന്വേഷണം നടത്തി യഥാർത്ഥ കുറ്റവാളികളെ പ്രതികളാക്കി കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാകും. നിരപരാധികൾ കേസിൽ ഒരുപാട് കുടുങ്ങിയിട്ടുണ്ട് നാദാപുരത്തെ സംബന്ധിച്ചോളം. ഏതാണ്ട് യഥാർത്ഥ ആക്ച്വൽ അക്യൂസ്ഡ് എന്ന് പറയുന്നത് 10% ഉണ്ട്. 10% കൂടുതലായിട്ടുള്ള ഒരു പ്രതിപ്പട്ടികയിൽ ആൾക്കാർ വരുന്നതെന്ന് പറയുന്നത് രാഷ്ട്രീയക്കാർ ശത്രുതാ മനോഭാവത്തോടു കൂടി ലിസ്റ്റിൽ പ്രതി ചേർക്കുന്നതിൻ്റെ പേരിലാണ്. ഉദാഹരണത്തിന് കുനിങ്ങാട് എന്ന സ്ഥലത്ത് ഒരു സംഭവം ഉണ്ടായപ്പോൾ അതിൽ 2 വർഷമായിട്ട് ഗൾഫിൽ നിൽക്കുന്ന ഒരാളിൻ്റെ പേര് ചേർത്താണ് എതിർകക്ഷികൾ ലിസ്റ്റ് തന്നത് പ്രതി ചേർക്കാൻ വേണ്ടി. അന്വേഷണത്തിൽ അയാൾ ഗൾഫിലാണെന്നറിഞ്ഞ് ഇവിടെ ഒരു ലിസ്റ്റിൽ പ്രതി ചേർത്താൽ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ എത്രയും പെട്ടെന്ന് ആളുകളെ കണ്ടു അല്ലെങ്കിൽ ഞങ്ങൾ നേരിട്ട് അറിയുന്നവരാണെന്ന് പറയുന്ന ലിസ്റ്റിംഗ് കൊണ്ടുവരിക. ഇപ്പോൾ ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ എന്നുള്ള രീതിയിലാണ്. അവിടെ പിന്നെ രാഷ്ട്രീയം നോക്കാറില്ല. എൻ്റെ വീട് ആക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരാതി കൊടുക്കുന്നത് ഞാനല്ല, ഞാൻ പാർട്ടിയുടെ ഓഫീസിൽ പോകുന്നു. പാർട്ടി ഓഫീസിൽ നിന്ന് പരാതി എഴുതി കൊടുക്കുന്നതിൽ ആ പരാതിയിൽ അവർക്ക് തോന്നിയ ആൾക്കാരുടെ പേര് 2 വിഭാഗവും എഴുതി ചേർക്കും. അത് വായിക്കാനും ഒന്നും അറിയാത്ത സാധാരണക്കാരായിട്ടുള്ള പണ്ടത്തെ ആൾക്കാർ ആ പരാതി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ പരാതിയിൽ ഒരുപാട് നിരപരാധികൾ കടന്നുകൂടുമെന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. ഈ പ്രതി ചേർക്കപ്പെട്ട ആളുകളെ നമ്മൾ പോയി അറസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവൻ്റെ വീടോ അവനടക്കം ആക്രമിക്കപ്പെടുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അവരുടെ സംരക്ഷണമാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ അവരുടെ സംരക്ഷകരായിട്ടാണ് നമ്മളവിടെ പോകുന്നത്. അല്ലാതെ പ്രതിയായതുകൊണ്ട് അവനെ പിടിച്ച് ഹറാസ് ചെയ്യുക എന്നുള്ളൊരു തന്ത്രം നമ്മുടെ ഭാഗത്തില്ല. ഇവരെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു വിഭാഗം എന്നുള്ള നിലയിലാണ് രാത്രി കാലങ്ങളൊക്കെ അവരൊക്കെ അവിടെ ഉണ്ടോ. പിന്നെ പലപ്പോഴും നമ്മൾ പല വീടുകളിലും പോകുന്നത് ചില സന്ദർഭങ്ങളിൽ എപ്പോഴും പരാതി വരുന്ന ചില ആളുകളുണ്ട്. എവിടെയെങ്കിലും ഒരു അടി നടന്നു കഴിഞ്ഞാൽ അത് ഇന്നയാളായിരിക്കും പ്രതി എന്ന് അവർ പറയാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് നമ്മൾ അവരുടെ വീടുകളിൽ അത്തരത്തിലുള്ള ആളുകളുടെ വീടുകളിൽ നമ്മൾ പോയി നോക്കും. അവൻ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റും അവൻ പ്രതിയല്ല. പിറ്റേന്ന് നമ്മൾ പരാതി തരുന്ന മിക്കവാറും പിറ്റേന്നാണ് പരാതി വരിക. പരാതി തരുമ്പോൾ തന്നെ നമുക്ക് മറ്റവരോട് പറഞ്ഞു നമ്മൾ ഇന്നലെ പോയി നോക്കിയപ്പോൾ അവരൊക്കെ അവരുടെ വീട്ടിലുണ്ട്, നിങ്ങൾ പറയുന്നത് ശരിയല്ല. 3 കേസ് എൻ്റെ പേരിൽ ചാർജ് ചെയ്തു. അപ്പോൾ ഈ 3 കേസിൽ ചാർജ് ചെയ്ത വ്യക്തികൾ ഞാൻ ഓരെ പോയിട്ട് കണ്ടപ്പോൾ അവർ പറഞ്ഞ് നമ്മളൊന്നും അതിൻ്റെ പേരിൽ കേസും കൊടുത്തത് ഒന്ന് എൻ്റെ പ്രദേശത്തുള്ള ഒരു വീടാക്രമണവുമായി ബന്ധപ്പെട്ട് ഞാൻ അവരെ സ്വന്തം ആ വീട്ടിൻ്റെ അമ്മയെ തന്നെ പോയിട്ട് കണ്ടപ്പോൾ അവർ പറഞ്ഞു ഞാൻ നിൻ്റെ പേരിൽ ഒരിക്കലും ഞാൻ കേസ് കൊടുക്കില്ല, ഞങ്ങൾ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടില്ല. അപ്പോൾ ഇത് പാർട്ടി ഓഫീസിൽ തന്നെ കൊടുത്തായിരിക്കും. 3 പേരെ ഞാൻ കണ്ടപ്പോൾ 3 പേരും എൻ്റെ പേരിൽ കേസ് ശരിക്കും കൊടുത്തിട്ടില്ല. അപ്പോൾ ആരാണ് കൊടുത്തതെന്നുള്ളത് നമുക്ക് അവർക്കും തിരിയുന്നില്ല.
അങ്ങനെയെല്ലാം കൂടി പോലീസുകാർ FIR എന്നെ നോക്കി കുറേ ദിവസം വീട്ടിൽ വരാൻ തുടങ്ങി. അപ്പോൾ എന്നോട് നേതാക്കന്മാർ പറഞ്ഞു അതൊക്കെ രാഷ്ട്രീയ കേസാണ്, അപ്പോൾ അതിനൊന്നും നീ പോകേണ്ട ആവശ്യമൊന്നുമില്ല, അത് സാധാരണ ഇങ്ങനെ വന്നു പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ പ്രവർത്തനമായി ഞാൻ ഒളിച്ച് നടക്കാതെ ഇങ്ങനെ നാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ജീവിതം കഴിഞ്ഞു കൂടുമ്പോഴാണ് ഒരു ദിവസം പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് ഒരു 2 വണ്ടി പോലീസുകാർ വന്നിട്ട് എൻ്റെ വീട് വളയുകയും ഒരു കുറ്റവും ചെയ്യാത്ത നമ്മളെ വീട്ടിൽ കയറി വന്ന് നീ പ്രതിയാണ് എന്നും പറഞ്ഞിട്ട് വലിച്ചു കൊണ്ടുപോകുന്നത്. കോടതിയിൽ ഹാജരാക്കി ഒരു തെറ്റും ചെയ്യാത്ത ഞാൻ ഒരു 5-8 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു. ഞാൻ ഈ കല്ലാച്ചി ഹയർ സെക്കൻഡറി സ്കൂൾ പഠിക്കുമ്പോഴാണ് എനിക്ക് ആദ്യമായി കേസ് വരുന്നത്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ആദ്യം മുമ്പ് കേസുണ്ടെങ്കിലും പിന്നെ ഒരു 5-6 വർഷങ്ങൾ കേസുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു പ്രശ്നങ്ങളും എൻ്റെ പേരിലുണ്ടായിട്ടില്ല. പക്ഷെ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പോടെയാണ് വീണ്ടും കേസുകളുണ്ടാകുന്നത്. ഞാനൊരു കല്യാണമൊക്കെ കഴിച്ച് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകുമ്പോഴാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഞാൻ ബൂത്ത് ഏജൻറ്റ് ആയതിൻ്റെ പേരിൽ മാത്രം എനിക്ക് ഈ കേസുണ്ടാകുന്നത്. എല്ലാ കേസുകളിലും ഞാൻ നിരപരാധി. അന്ന് രാത്രിയാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. രാത്രി വീട്ടിൽ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ചേലക്കാട് പരിസര പ്രദേശങ്ങളിൽ അക്രമം ഉണ്ടായത്. ഈ യഥാർത്ഥ അക്രമികളെ അല്ലെങ്കിൽ യഥാർത്ഥ ക്രിമിനലുകളെ കണ്ടെത്താൻ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വേണ്ടത്ര ശ്രമം നടന്നിട്ടില്ല. ഞാനത് ഏകപക്ഷീയമായിട്ടല്ല പറയുന്നത്. അത് ഒരു കേസ് വരുമ്പോൾ, ഒരു പ്രദേശത്ത് ഒരു കേസ് വരുമ്പോൾ കുറേ ആളെ പേര് പറഞ്ഞു കൊടുക്കും ഒരു വിഭാഗം, മറുഭാഗം വേറെ കുറേ ആളെ പേര് പറഞ്ഞു കൊടുക്കും, അവരൊക്കെ പ്രതികളായി വരും. അത്തരത്തിലുള്ള ആളുകൾ ഗൾഫിലുള്ളവർ പോലും പ്രതികളായി, പ്രദേശത്ത് തന്നെ ഇല്ലാത്ത ആളുകൾ പ്രതികളായി വന്നിട്ടുണ്ട്. അത് പോലീസ് FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്യും. അങ്ങനെ ഒരുപാട് കേസുകൾ പെരുകി വരും. യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തി ശിക്ഷിക്കാനുള്ള പൂർണ്ണമായൊരു നടപടിക്രമം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. കേസുകൾ ഏകപക്ഷീയമായും ഐകകണ്ഠ്യേനയും പിൻവലിക്കുന്ന പ്രവണതയും അപകടം ചെയ്യുന്നു. ഇപ്പോൾ പോലീസിന് നേരെ ബോംബെറിഞ്ഞ കേസ് പോലും അവിടെ പലപ്പോഴും നമ്മളറിയാതെ വിഡ്രോ ചെയ്തു പോവുകയാണ്. ആർക്കാണ് ഈ കേസുകൾ വിഡ്രോ ചെയ്യണമെന്ന് ഇത്ര താല്പര്യം? അത് 2 ഗവൺമെൻറ്റുകളും ആ സമയം വരുമ്പോൾ 2 രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയും ഈ കേസുകൾ വിഡ്രോ ചെയ്യുകയും ചെയ്യുന്നു. അണികൾ പരസ്പരം സംഘർഷത്തിനും സംഘട്ടനത്തിൽ ഏർപ്പെടുകയും എന്നാൽ പുറമേ അല്ലെങ്കിൽ ഉള്ളിൽ പുറമേ നേർക്ക് നേരെ കാണാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു സമ്പർക്കം, ഒരു സൗഹൃദം നേതാക്കന്മാർക്കിടയിൽ നിലനിൽക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അത് ഒരു കപടമായ സൗഹൃദമാണ് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഒരു കീഴ്വഴക്കം, ഒരു ആചാരം പോലെ ഇവിടെ നടക്കുന്ന ഓരോ സംഘർഷങ്ങൾക്ക് ശേഷവും ഉണ്ടാകുന്ന സമാധാന കമ്മിറ്റി യോഗങ്ങളിൽ ഈ തരത്തിലുള്ള ഒരു ധാരണ, പലപ്പോഴും കപടമായ ഒരു ധാരണ രൂപപ്പെട്ടു വരുന്നതായിട്ടാണ് മനസ്സിലാക്കപ്പെടുന്നത്. അത് അവിടെ സംഭവിക്കുന്നത്, ഇവിടെ ഈ സംഘർഷങ്ങളിൽ അക്രമങ്ങളിൽ ഏർപ്പെട്ട ആളുകൾ ശിക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയുള്ള അവിഹിതമായ ചില ചർച്ചകളും ചില വിട്ടുവീഴ്ചകളും നടക്കുകയാണ് അവിടങ്ങളിലൊക്കെയും സംഭവിക്കുന്നത്. ഇതിൻ്റെ പേരിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്, എന്ത് കുറ്റകൃത്യം ചെയ്താലും അന്തിമമായിട്ട് തങ്ങൾ രക്ഷപ്പെടുമെന്നും നിയമത്തിൻ്റെ മുമ്പിൽ ഒരിക്കലും തങ്ങൾക്ക് കുറ്റവാളികളായി നിയമത്തിന് മുമ്പിൽ പോകേണ്ട ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാവുകയില്ല എന്ന ഒരു മെസ്സേജ്, ഒരു സന്ദേശം ഇവിടെ കുറ്റകൃത്യങ്ങളിൽ നിരന്തരമായി ഇടപെടുന്ന പാർട്ടി പ്രവർത്തകന്മാർക്ക്, അത് 2 പക്ഷത്തുമുള്ള പാർട്ടി പ്രവർത്തകന്മാർക്ക് ലഭിക്കുകയും ചെയ്യുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ ഇങ്ങനെ വിഡ്രോ ചെയ്ത് പോകുന്നതുകൊണ്ടുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യഥാർത്ഥ പരാതിക്കാരും ഇതിൽ കള്ളമായിട്ടോ അല്ലെങ്കിൽ അറിയാതെയോ അല്ലെങ്കിൽ നേരിട്ടോ ഉൾപ്പെട്ട ആളുകളും തമ്മിൽ ഒന്ന് കാണുന്നതിനോ സംസാരിക്കുന്നതിനോ ഇടവരുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ പരാതി കൊടുത്ത ആൾക്കാർക്ക് ഇതിൻ്റെ കള്ളത്തരങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് അവരുടെ മനസ്സിൽ അവരുടെ വീടാക്രമിച്ച കേസുകളൊക്കെ വിഡ്രോ ചെയ്യുന്നു, ഇവരൊക്കെ വീണ്ടും പുറത്തിറങ്ങി നടക്കുന്നു. അപ്പോൾ അത് രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയെ തന്നെ അംഗീകരിക്കാത്ത വ്യവസ്ഥയിലേക്ക് എൻ്റെ മനസ്സ് മാറും. ജനങ്ങൾ ഉൾക്കൊള്ളേണ്ട ഒരു വിഷയം, സമാധാനം എന്ന് പറയുന്നത് ആർക്കെങ്കിലും അടിച്ചേൽപ്പിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഓരോ പ്രദേശങ്ങളിൽ അതിനനുസരിച്ചുള്ളൊരു കൾച്ചർ വളർന്നു വരണം. ഇവിടെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ പിറ്റേ ദിവസം തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം ഒരു വട്ടമേശയ്ക്ക് ചുറ്റും ഇരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് നാദാപുരത്തിൻ്റെ ഒരു പ്രത്യേകത.
മറ്റ് സ്ഥലങ്ങളിലില്ലാത്ത ഒരു പ്രത്യേകതയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സമാധാന പ്രവർത്തനങ്ങൾ നടന്നതോടുകൂടി വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നാദാപുരത്ത് ഇത്തരം ഒരു സംഭവങ്ങൾ സാധാരണഗതിയിൽ ഉണ്ടാകുമ്പോൾ കുറേ കാലമായിട്ട് ഞങ്ങൾ വളർത്തിക്കൊണ്ടുവന്ന ഒരു നല്ല രാഷ്ട്രീയ സംസ്കാരമുണ്ട്. ഏത് ഇഷ്യൂസ് ആയാലും അത് നടന്നു കഴിഞ്ഞാൽ ഉടനെ ഇരിക്കുകയും അതിന് പരിഹാര മാർഗങ്ങൾ ആരായുകയും ചർച്ച ചെയ്യുകയും ആ ഒരു മാനസികാവസ്ഥ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കുറേ കാലം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ആദ്യം മാറ്റിയെടുക്കേണ്ട ഒരു വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു സമാധാന മീറ്റിംഗ് കൂടുന്ന ഒരു പ്രക്രിയയുണ്ട്. ഇപ്പോഴത്തെ ഈ സമാധാന മീറ്റിങ്ങിൻ്റെ ശൈലിയെ മാറ്റണം. ഒരു സമാധാന മീറ്റിങ്ങും സംഭവം നടന്ന സ്ഥലത്ത് വെച്ച് നടത്തുന്നില്ല. ഈ സംഭവത്തിൽ ഉൾപ്പെട്ട വിക്ടിമുകൾ അതിൽ പങ്കാളികളാകുന്നില്ല. എടുക്കുന്ന തീരുമാനങ്ങൾ അവരറിയുന്നില്ല. അല്ലെങ്കിൽ അവരെ നിഷ്ക്രിയമാക്കിക്കൊണ്ട് ഒരു കൂട്ടം ആളുകൾ തീരുമാനമെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കലാപങ്ങൾ വരുന്നു, ബാക്കിയൊക്കെ പോകുന്നു. അപ്പോൾ ഈ